ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കുറച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട്, മാക്സിമം റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് എന്താ വീഡിയോസ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പം മെൻ്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായിട്ട് ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസാണ്, ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് മീൻ വാങ്ങിക്കാൻ പോകുന്നത് പണയിൽ കടവെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ, വർക്കലയ്ക്കടുത്താണ്. അപ്പം നമ്മുടെ ഇവിടുന്ന് പോകാൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് പോകാൻ ഒരു 1/4 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് കരിമീനും കായൽ മീനൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കരിമീൻ, കൊഞ്ച്, ഞണ്ടൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വെച്ചു. ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ചേട്ടൻ്റെ കടയിലാണ് കേട്ടോ. അപ്പം ഈ ചേട്ടൻ നമുക്ക് നേരത്തെ മീനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീൻ അപ്പോൾ ഫ്രഷായിട്ട് കിട്ടും. നമ്മുടെ ഇവിടുന്ന് ഒരുപാട് പേര് പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവിടെ കുറച്ച് നല്ല ലാഭത്തിൽ കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ ചേട്ടൻ അവിടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണ്ടി കുറച്ച് വലിയ കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ എത്ര രൂപയായി എന്നുള്ളത് ഞാൻ ഓർക്കണില്ല, പക്ഷേ നല്ല ലാഭത്തിലായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ നേരത്തെ വാങ്ങിച്ചെടുത്തു എന്നാണെങ്കിൽ അതിനേക്കാളും ലാഭത്തിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് എന്താ പറയുക, അവിടെ കുറേ മീനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കണം തോന്നുമല്ലോ, ഒരുപാട് നാളായില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചു, കായൽ കൊഞ്ച്. നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു പാലത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ അവിടെ കുറച്ച് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കുറച്ച് സ്പെൻഡ് ചെയ്താലും അവിടെയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് അവിടെയൊക്കെ നിൽക്ക് നടന്ന് കാണാനും ബോട്ടിങ്ങിലൊക്കെ പോകണമെങ്കിൽ മറ്റേ കയാക്കിങ്ങൊക്കെ പോകണമെങ്കിൽ അവിടെ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മീനൊക്കെ റെഡിയാക്കി വെച്ചേക്കും. മാത്രമല്ല ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്യാം. അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരും. അതിന് സ്പെഷ്യൽ എന്തെങ്കിലും അവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനധികം അതിന് ക്ലീൻ ചെയ്ത് തരുന്നതിനും പൈസ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അല്ലാതെ നമ്മൾ ആ ചേച്ചിൻ്റെ കൈ കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊടുത്ത് ക്ലീൻ ചെയ്യിപ്പിക്കാനാണെങ്കിൽ അവർക്ക് ഒരു ചെറിയൊരു രൂപ കൊടുക്കേണ്ടി വരും. പക്ഷെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാം, കാരണം അത് നമുക്ക് നല്ല ലാഭമാണ്, നമ്മുടെ സമയം ലാഭമാണ്. വീട്ടിൽ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് മെനക്കെട്ട പരിപാടിയാണല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് ഞണ്ടൊക്കെ ഇരിപ്പുണ്ടാകും, പക്ഷെ ഞണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല, അത് ഓൾറെഡി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവിടെ ആ പരിസരത്തൊക്കെ നടന്ന് കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചു, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. നമ്മുടെ മീൻ അവിടെ വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. കൊഞ്ച് വെട്ടില്ല, കൊഞ്ച് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കൊഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ചു, ഓരോന്ന് എടുക്കുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിമീൻ കട്ട് ചെയ്യാൻ കൊടുത്തു. പിന്നെ മറ്റേ എന്താണ് പറയാം, ഈ മീനിൻ്റെ പേര് മുഷിയല്ലല്ലോ, വരാൽ സോറി കേട്ടോ, വരാൽ വാങ്ങിച്ചു. പിന്നെ അതും അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു കേട്ടോ. അത് വരാൽ വാങ്ങിച്ചത് വേറെ തൊട്ടടുത്ത് തന്നെ 2-3 കടകളുണ്ട്, അതിലൊരു കടയിൽ നിന്നാണ് വരാൽ വാങ്ങിച്ചത്. അങ്ങനെ വരാലും വാങ്ങി. പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ നടന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, ആ ചേച്ചി ചോദിച്ചു കക്ക വേണമെന്ന് ചോദിച്ചു. കക്ക നമ്മുടെ ചെറിയ കക്കയല്ലേ, അത് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ അതും ഒരു 200, ഒരു ഇതിന് ഒരു കവറിന് 100, അങ്ങനെ 2 കവർ എടുത്തോട്ടെ 200. അങ്ങനെ ആ ചേച്ചിയുടെ നിന്ന് ആ കക്കയും വാങ്ങിച്ചു. അങ്ങനെ കക്ക, കരിമീൻ, കൊഞ്ച് ഒക്കെ ആയിട്ടാണ് നമ്മൾ മടങ്ങിയത്. കക്ക ഓൾറെഡി അവർ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ മെനക്കേടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ വാങ്ങിച്ച നമ്മൾ ഇത് കായൽ മീൻ ആയതുകൊണ്ട് കരിമീനൊക്കെ ആകുമ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കുമല്ലോ നമുക്ക്. അത് വാങ്ങിച്ചിട്ട് ആ ഒരു സമയം ഉണ്ടല്ലോ, വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സമയം ലാഭമാണ്, ചെയ്യാം, പെട്ടെന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല കാര്യമായിരുന്നു, കാരണം എല്ലായിടത്തും അങ്ങനെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ പോകണമെങ്കിൽ ശ്രദ്ധിക്കാം. പണയിൽ കടവെന്നാണ് സ്ഥലത്തിൻ്റെ പേര്, വർക്കലയ്ക്ക് അടുത്താണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അധികം ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.